നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയിൽ എത്തിയ ബ്രസീലിയൻ സൂപ്പർ താരം കാസമിറോ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു, മയാമിയിലേക്ക് ജോയിൻ ചെയ്തത് ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാൻ തന്നെയാണ്. നമുക്കറിയാം, പോയ സീസണിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് മികച്ച പ്രകടനം നടത്തുകയും ആരാധകർ വൺ മോർ ഇയർ കാസമിറോ, വൺ മോർ ഇയർ കാസമിറോ എന്ന് ചാൻഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടതാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തുടരാമായിരുന്നു. മാത്രമല്ല, മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം വേണ്ടെന്ന് വെച്ച് മയാമിയിലേക്ക് എത്തിയത് ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാനാണ് എന്ന് തന്നെ പറയുന്നു. മെസ്സി ഫുട്ബോൾ ദൈവങ്ങളിൽ ഒരാളാണ് എന്നുകൂടി ഇതാ ലയണൽ മെസ്സിയെക്കുറിച്ച് കാസമിറോ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും അറിയാം ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടത് ഫ്രീ ട്രാൻസ്ഫറിലാണെന്ന്. അതേസമയം എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഹാഡ് ടൺസ് ഓഫ് ഓപ്ഷൻസ്. ഇറ്റലിയിൽ നിന്ന് എനിക്ക് വിളിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല ടീമുകളും എനിക്ക് വേണ്ടി ഓഫറുമായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച ഇടത്താണ്. ഓഫ് കോഴ്സ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർക്കൊപ്പം കളിക്കുക. സോ അതാണ് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം. മെസ്സിയോടൊപ്പം കളിക്കുക, അദ്ദേഹത്തെ വിജയിക്കാൻ സഹായിക്കുക, അദ്ദേഹത്തെ കൂടുതൽ ഗ്രേറ്ററാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുക. കാരണം മെസ്സി ഫുട്ബോൾ ദൈവങ്ങളിൽ ഒരാളാണ്, ഇഫ് നോട്ട് ദി ഗോഡ് ഓഫ് ഫുട്ബോൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഹി ഈസ് വൺ ഓഫ് ദി ഗോഡ്സ് ഇഫ് നോട്ട് ദി ഗോഡ്സ് ഓഫ് ഫുട്ബോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫുട്ബോൾ ദൈവങ്ങളിൽ ഒരാളാണ് ലിയോ മെസ്സി. സോ എനിക്ക് അദ്ദേഹത്തോടൊപ്പം കളിക്കണം, അത് ആസ്വദിക്കണം, അദ്ദേഹത്തെ വിജയിക്കുന്നത് തുടരാൻ സഹായിക്കണം. ആൻഡ് കീപ് വിന്നിങ് വിത്ത് ഹിം. അദ്ദേഹത്തോടൊപ്പം വിജയിക്കുന്നത് തുടരണം എന്നാണ് ഇപ്പോൾ കാസമിറോ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അർജൻറ്റീന ഫാൻ, ബ്രസീൽ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കും. പക്ഷേ താരങ്ങൾ തമ്മിൽ അങ്ങനെയല്ല. ഇപ്പം മെസ്സിയുടെ കട്ട ചെങ്കാണല്ലോ നെയ്മർ. ഇത് നമ്മൾ റയൽ മാഡ്രിഡിലൊക്കെ ഉള്ള സമയത്ത് കാസമിറോയും അതുപോലെ ബാഴ്സലോണയിലും മെസ്സിയൊക്കെ ഉള്ള സമയത്ത് വലിയ പോരാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അവർ തമ്മിലുള്ള മ്യൂച്വൽ റെസ്പെക്റ്റ് ഇവിടെ വീണ്ടും കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്. റാമോസ് അങ്ങനെ ആയിരുന്നില്ലേ? പിന്നെ PSG അവർ ഒരുമിച്ച് നല്ല രൂപത്തിലുള്ള സൗഹൃദം പങ്കിട്ടില്ലേ? അതാണ് ഫുട്ബോളിൻ്റെ ഭംഗി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.